നമസ്കാരം. പ്രമുഖ അമേരിക്കൻ റാപ്പറായ സീൻ ജോൺ കോബ്സിന് വ്യഭിചാര കുറ്റത്തിന് കോടതി 4 വർഷം തടവ് ശിക്ഷ വിധിച്ചു. അദ്ദേഹം ഒരു റാപ്പ് ഗായകൻ മാത്രമല്ല, ഗാനരചയിതാവും നിർമ്മാതാവും സംവിധായകനും എല്ലാമാണ്. 3 ഗ്രാമി അവാർഡുകൾ നേടിയ അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന സംഗീത വിദഗ്ധന്മാരിൽ ഒരാളാണ് കോബ്സ്. ഡിഡി എന്നാണ് അദ്ദേഹത്തെ ഓമന പേരിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിളിക്കുന്നത്. കോടതിയിൽ ജഡ്ജി ഈ ശിക്ഷ വിധിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ പൊട്ടിക്കരയുകയായിരുന്നു. എന്നാൽ ഡിഡി ആകട്ടെ തല കുനിച്ച് ഒന്നും മിണ്ടാതെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന റാപ്പ് ഗായകരിൽ ഒരാളായ ഡിഡിക്കുണ്ടായ ഈ ഒരു ദുരന്തം അദ്ദേഹത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നിന്നുള്ള വീഴ്ചയായിട്ടാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു കലാകാരൻ ഇത്തരത്തിലുള്ള ക്രൂരമായ സ്വഭാവ രീതികൾ പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് എന്ന് ഈ കേസുകൾ പുറത്തു വരുന്നതുവരെ ആർക്കും അറിയില്ലായിരുന്നു. ഡിഡി തൻ്റെ മുൻ കാമുകിയായ കാസി വെഞ്ചുറയെ അതിക്രൂരമായി പീഡിപ്പിച്ചതിനും വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചതിനുമൊക്കെയാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ വെഞ്ചുറ തൻ്റെ ഭാഗം കോടതിയിലെത്തി വിശദീകരിച്ചിരുന്നു. 8 മാസം ഗർഭിണിയാകുന്ന സമയത്ത് തുടങ്ങി പ്രസവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നിരന്തരമായി അവർ കോടതിയിലെത്തി ഡിഡിക്കെതിരെ തൻ്റെ മൊഴികൾ നൽകിയിരുന്നു. അതിക്രൂരമായി ഡിഡി വെഞ്ചുറയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടവരൊക്കെ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു കലാകാരനായ ഡിഡി ഇത്രയും ക്രൂരനായൊരു മനുഷ്യനാണ് എന്ന് അപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്. അതേസമയം കോടതി മുറിയിൽ ഡിഡി ഏറെക്കുറെ മൗനം പാലിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ ആളാണ് എന്നുള്ള കാര്യം പരിഗണിച്ചൊക്കെ ശിക്ഷയിൽ ഇളവ് തരണമെന്നൊക്കെ അപേക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും ഡിഡി അധികം കോടതിയിൽ സംസാരിച്ചിരുന്നില്ല. മാത്രമല്ല, കോടതി തന്നെ വെറുതെ വിടും എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ തിങ്കളാഴ്ച മിയാമിയിൽ അദ്ദേഹം ചില പരിപാടികൾക്ക് പങ്കെടുക്കാമെന്ന് നേരത്തെ ഏറ്റിരുന്നു. അത് കോടതി തന്നെ വെറുതെ വിടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും 2024, അതായത് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുമുതൽ അദ്ദേഹത്തെ ഒരു ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. 2028 വരെ, ഈ പുതിയ ശിക്ഷാവിധി അനുസരിച്ച് 2028 വരെ അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരിക്കലും പുറത്തിറങ്ങാനും കഴിയുകയില്ല. അദ്ദേഹത്തിന് 7 മക്കളാണ് ഉള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു റാപ്പ് ഗായകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളുമൊത്ത് ഇത്രയധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള പല കുറ്റങ്ങളിൽ നിന്നും നേരത്തെ അദ്ദേഹത്തെ കോടതി കുറ്റമുക്തനാക്കിയിരുന്നു. കാരണം അതിന് തെളിവുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാരണം. പക്ഷേ വെഞ്ചുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വെഞ്ചുറ കോടതിയിലെത്തി മൊഴി നൽകുകയും ദൃശ്യങ്ങൾ പുറത്തുവിടുകയും കോടതിയിൽ അത് എത്തുകയൊക്കെ ചെയ്തതോടുകൂടി ഡിഡിക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഏറെ ദുഃഖിതരാണ്. തങ്ങൾ ഓമന പേരിട്ട് വിളിച്ചിരുന്ന ഇത്രയും വലിയൊരു റാപ്പ് ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ വ്യക്തി ഇത്തരത്തിൽ ഇനി അടുത്ത ഏതാനും വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായൊരു വസ്തുതയാണ്. അരുൺ സുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ പേര്. മാൻഹട്ടൻ കോടതിയിലാണ് ഈ കേസ് നടന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കാം എന്നാണ് ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജഡ്ജി വെഞ്ചുറയെ അവർ വളരെ ധൈര്യമായി മുന്നോട്ട് വന്ന് ഇക്കാര്യത്തിൽ കോടതി നടപടികളുമായി സഹകരിച്ചതിന് അഭിനന്ദിച്ചിട്ടുണ്ട്. വളരെ ധീരമായ രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയതെന്നും ഇത്രയും പ്രമുഖനായ ഒരു സെലിബ്രിറ്റിയായ വ്യക്തിക്കെതിരെ തൻ്റെ മൊഴി നൽകാൻ അവർ സന്നദ്ധയായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ അവയിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം മോചിതനായിരുന്നു. ആ കുറ്റം തെളിയിക്കപ്പെട്ടിരുന്നു എങ്കിൽ 20 വർഷം ഡിഡി വീണ്ടും ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുവെങ്കിലും ഇനിയും ഏതാണ്ട് 3 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് ഡിഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവർക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. വളരെ പ്രഗത്ഭരായ അഭിഭാഷകർ അണിനിരത്തി തന്നെയാണ് ഡിഡി കേസ് നടത്തിയത് എങ്കിൽ പോലും വെഞ്ചുറയുടെ സാക്ഷിമൊഴികൾക്കും തെളിവുകൾക്കും മുന്നിൽ അവയ്ക്കൊന്നും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല.